നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2024 നവംബർ മാസം 18-ാം തീയതി 1200-ാം ആണ്ട് വൃശ്ചിക മാസം 3-ാം തീയതി തിങ്കളാഴ്ച. ഇന്ന് നല്ല ദിവസമാണ് തിങ്കളാഴ്ച. ചന്ദ്രവാരം, ചന്ദ്രൻ്റെ ദിവസമാണ് തിങ്കളാഴ്ച. ശത്രുക്കളില്ലാത്ത ഒരു ഗ്രഹമാണ് ചന്ദ്രൻ. ചന്ദ്രൻ്റെ ദിവസമാണ്. മാത്രമല്ല മകയിരം നക്ഷത്രത്തിലാണ് ജനനം. മകയിര നക്ഷത്രം തിങ്കളാഴ്ച രണ്ടും കൂടി ഒത്തു വന്നിരിക്കുന്ന ദിവസമാണ്. വളരെ ഭാഗ്യദായകമായ ഒരു ദിവസം തന്നെയാണ്. അപ്പോൾ ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങാൻ തുനിയുന്നവർ, ഞാൻ ഓരോ ദിവസത്തിൻ്റെ ഗുണഫലങ്ങൾ തീരെ കൊള്ളാത്തതാണെങ്കിൽ അതും നിങ്ങൾക്ക്, കാരണം എല്ലാവരുടെയും അഭ്യർത്ഥന മാനിച്ചുകൊണ്ടാണ് എൻ്റെ കൺസൾട്ട് ചെയ്യുന്നവരും അവരെല്ലാം ആവശ്യപ്പെട്ടത് പ്രകാരമാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അത് വേണ്ട രീതിയിൽ ആൾക്കാരെല്ലാം പ്രയോജനപ്പെടുത്തുന്നുണ്ടോ എന്നെനിക്കറിയില്ല. എങ്കിലും അന്നോടൊന്ന് എല്ലാ ദിവസവും രാവിലെ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ഞങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഓരോ ദിവസവും അവരവർക്ക് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് യാത്ര തിരിക്കാം. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് വളരെ ഭാഗ്യദായകമായ ദിവസമാണ്. എന്ത് കാര്യത്തിന് വേണ്ടി ഇറങ്ങിയ ശുഭദിനവും ശുഭ നക്ഷത്രവും കൂടി ചേർന്ന ദിവസമാണ്. അതുപോലെ നമ്മൾ ബർത്ത്ഡേക്ക് പ്രാധാന്യം കൊടുക്കുന്നത്, ബർത്ത്ഡേ വരുന്ന ദിവസത്തിന് വളരെ പ്രാധാന്യമുണ്ട്. ആ ദിവസത്തെ ഫലവും കൂടി ആസ്പദമാക്കിയാണ് അവർക്കൊരു വർഷത്തെ ഫലത്തെ ചിന്തിക്കണേ. ഇന്ന് മകയിര നക്ഷത്രം ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക് വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ ഒരു വർഷത്തെ ഫലത്തെയാണ് ചിന്തിക്കേണ്ടത്. വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ നമുക്ക് കുറച്ച് ശ്രദ്ധിക്കേണ്ട ഒരു വർഷമാണ്. കാരണം വളരെ സന്തോഷപ്രദമായ അവസ്ഥകൾ വന്നു ചേരും. ശ്രദ്ധിച്ച കാര്യങ്ങൾ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. കാരണം കുറച്ച് സൂക്ഷിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്താൽ അവർക്ക് ജോലി കിട്ടും. വസ്തു വാങ്ങാനോ വീട് വെക്കാനോ അല്ലെങ്കിൽ വാഹനം വാങ്ങാനോ തുനിയുന്നവർക്ക് ഈ സമയം വളരെ അനുകൂലപ്രദമാണ്. നിങ്ങൾ ധൈര്യമായിട്ട് വീട് വെക്കാനോ വീട് വാങ്ങാനോ അല്ലെങ്കിൽ കാറ് വാങ്ങാനോ ഒക്കെ തുനിയുക. അതുപോലെ വിദേശത്ത് പഠിക്കാനാവട്ടെ ജോലിക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ നല്ലൊരു സാഹചര്യമാണ് നിങ്ങൾക്കുണ്ടാവാൻ പോണേ. അപ്പോൾ നിങ്ങൾ ഇറങ്ങുന്ന കാര്യങ്ങൾ വിജയിക്കും. അതുകൊണ്ട് ധൈര്യമായിട്ട് അതിനു വേണ്ടി ശ്രമം തുടരണം, അങ്ങനെ താല്പര്യമുണ്ടെങ്കിൽ. കാരണം എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, നമുക്കൊരു നല്ല സമയത്ത് നമ്മൾ അതിനു വേണ്ടി ഇറങ്ങിയാൽ അത് വിജയിക്കും. അല്ലാത്ത സമയത്ത് നമ്മൾ പ്രയത്നിച്ചത് കൊണ്ട് നമുക്ക് ഫലസിദ്ധി വരാതെ വരും. അതുകൊണ്ടാണ് നല്ല സമയവും ചീത്ത സമയവും പറഞ്ഞു തരണേ. അതുപോലെ ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുന്നവർ രാവുകാല സമയം നോക്കി യാത്ര തിരിക്കുന്നത് നന്നായിരിക്കും. രാവുകാല സമയം 7:30 മണി മുതൽ 9 മണി വരെ എന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും 7:50 തൊട്ടാണ് രാവുകാലം സ്റ്റാർട്ട് ചെയ്യണേ. 7:50 തൊട്ട് 9 മണി 17 മിനിറ്റ് വരെ രാവുകാല സമയമുണ്ട്. അപ്പോൾ 7:50 മുമ്പോ 9:17 ശേഷമോ ആയിരിക്കണം ഓരോ ശുഭകാര്യങ്ങൾക്ക് വേണ്ടി യാത്ര തിരിക്കാൻ. അതുപോലെ എല്ലാ ദിവസത്തെ പോലെ തന്നെ ഇന്നും യമകണ്ഠകാലവും ഗുളികകാല സമയവും നമുക്ക് വളരെ സൂക്ഷിക്കേണ്ടതുണ്ട്. അപ്പോൾ ഗുളികകാല സമയം പറഞ്ഞത് 12:36 തൊട്ട് 3 വരെയും, ഗുളികകാല സമയം പറഞ്ഞത് 1 മണി 36 മിനിറ്റ് തൊട്ട് 3 മണി 3 മിനിറ്റ് വരെയും, യമകണ്ഠകാല സമയം പറഞ്ഞത് 10:43 തൊട്ട് 12:10 വരെയും. അതുപോലെ ഇന്നും അഭിജിത്ത് മുഹൂർത്തത്തെ ശ്രദ്ധിക്കണം. അഭിജിത്ത് മുഹൂർത്തം പറഞ്ഞത് 11:46 തുടങ്ങി 12:34 വരെ ഉണ്ട്. അപ്പോൾ ഈ സമയവും നമുക്ക് എന്ത് ശുഭകാര്യങ്ങൾക്കും എടുക്കാം. അതുപോലെ ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുന്നവർ വസ്ത്രധാരണവും കൂടി ശ്രദ്ധിച്ചോളുക. വെളുത്ത വസ്ത്രമോ പേളിൻ്റെ കളറിലുള്ള വസ്ത്രമോ ധരിക്കുന്നത് ഭാഗ്യദായകമായ അവസ്ഥയ്ക്ക് ഇടവരും, വളരെ പുരോഗതിക്ക് ഇടവരുത്തും. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും ഭാഗ്യദായകമായി തീരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.